ഞാനൊരു സിനിമ നടനല്ലേ, ഇല്ലെങ്കിൽ ഒരു ഷോ ആങ്കർ ചെയ്യുന്ന ആള്. മാത്രമല്ല ഇട്ടേക്കുന്ന കോട്ടുണ്ട്, ഇതാ ടീഷർട്ടുണ്ട്, പാൻറ്റുണ്ട്, പിന്നെ ഷൂ ഇട്ടിട്ടുണ്ട്. പക്ഷെ മുഖത്ത് കളർ ലക്ഷണം അതുപോലെ തന്നെ ഉണ്ടല്ലോ. നീ വെറുതെ ഇരിക്കും, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. ഒരു അർജന്റ് വരുമ്പോ അയാൾ പോയാ നീ പോകരുത്, എന്നെ വിട്ടിട്ട് പോകരുത് പ്ലീസ്. ഞാൻ എന്തായാലും അയാളോട് ചെന്ന് പറഞ്ഞിട്ട് വരാം. എന്താണ് അതിന്റെ പേര്? സിനിമ നടൻ. സിനിമ നടൻ മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെ പേരിടും. എന്റെ പേര് സുരാജ് വെഞ്ഞാറമൂട്. സിനിമ നടൻ. അതെ. എന്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ. മറ്റേ എന്തോ ഒരു വാടകയല്ല, അവാർഡ്. അതൊക്കെ കിട്ടിയ ആളല്ലേ? ഭയങ്കര സന്തോഷം കേട്ടാ. ഞാൻ എപ്പോ എവിടെ വെച്ച് കണ്ടാലും ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചോളൂ സാർ. തനിക്ക് എന്താണ് ഈ പ്രൈവറ്റ് ബസ്സിന്റെ പേരിട്ടാണ്? എന്തോന്നു? സ്വരാജ് വെഞ്ഞാറമൂട്. അത് പ്രൈവറ്റ് ബസിന്റെ പേരല്ല, ശരിക്കും എന്റെ അച്ഛനും അമ്മ ഇഷ്ട പേരാണ് സുരാജ്. സ്വരാജ് അല്ല, സുരാജ്. സ്വരാജ്. സുരാജ്. സ്വരാജ്. അത് ഇങ്ങനെ കൂടെ പറയല്ലേ. അത് ഇങ്ങനെ വന്നെങ്കിലേ നാക്ക് അങ്ങ് വളച്ചു പിടിക്കട്ടെ. നാക്ക് നന്നായിട്ട് വടിച്ചാണ്. അപ്പൊ ഈ പേര് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടാ. അതെ, നാക്ക് പഠിക്കില്ല, കൊളസ്ട്രോൾ എങ്ങാനും കൊളസ്ട്രോൾ കൂടും. എന്നാ പിന്നെ പഠിക്കണ്ട. ഞാനൊരാളെ തപ്പി ഇറങ്ങിയതാ. അതിനാണ് ഇങ്ങോട്ട് വന്നത്. അതെ, ഞാനൊരു പ്രതിനെ കൊണ്ട് കോടതിയിലേക്ക് പോയതാണ്. ആ ബ്യാപ്പിൽ വെച്ച് അവൻ എന്നെ വെട്ടിച്ച് കടന്നു. അത് സാറിന് വെട്ടിച്ച് കിടക്കാൻ വിലങ്ങൊന്നും ഇട്ടിട്ടില്ല. അല്ല, വിലങ്ങ് ഇട്ടായിരുന്നു. ഈ കള്ളൻ എന്ന് പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റാ. ഓ, കൂടെ വന്ന ആള് കള്ളൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പന്ന വഴി അവിടെ ആ പറമ്പിൽ മുരിങ്ങാക്കോൽ ഉണ്ടായി കിടക്കേ. അപ്പൊ സാറ് ഈ വന്ന ആള് കൂട്ടുകാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോ വിലങ്ങ് അഴിച്ചു വിട്ടതല്ല. പിന്നെ ഈ മുരിങ്ങാക്കോലിന്റെ കാര്യം പറഞ്ഞല്ല, എനിക്ക് ഈ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ ഇട്ട് വെക്കണ കറി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞപ്പോ ഞാൻ ഈ ആഗ്രഹം അവരോട് പറഞ്ഞു. അവരിത് കേട്ട വഴി എന്നെ സാറെന്തിനാ പേടിക്കുന്നത്? നേരെ വിലങ്ങ് കഴിച്ചു കൊടുത്തു. അവൻ ചാടി മുരിങ്ങയുടെ മുകളിലേക്ക്. അപ്പൊ സാറിന്റെ കാര്യം നടന്നത് ആ മുരിങ്ങാക്കോല് പറിച്ച താഴത്ത് കിട്ടും. ഞാൻ ഈ മുരിങ്ങാക്കോല് പിറക്കേണ്ടത് പറ്റില്ല. അവനെ പിടിക്കാത്തെന്താ? ഇത് പിറക്കി തീരണ്ടേ? അവനെ അപ്പൊ തന്നെ അടക്കാവരത്തിലേക്ക് കയറി. അപ്പോഴും സാറ് പറഞ്ഞോ? ഞാൻ പറഞ്ഞു എനിക്ക് അടക്കം വേണ്ടാട്ടാന്ന് പറഞ്ഞു. അല്ല, ഇറങ്ങി വാടാന്ന് പറയാത്തെന്തോ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ അടുത്തൊരു തെങ്ങിലേക്ക് കയറി. അപ്പോഴും പറഞ്ഞായിരിക്കും അല്ലേ? ഇല്ല, തേങ്ങ ഇട്ടാലേ തേങ്ങ കൂടി അരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തേങ്ങ കുറെ ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ തേങ്ങ എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്ക് 2 ഓലമടൽ വെട്ടി അവൻ കടിച്ചു വെച്ചിട്ട് പറന്നു പോണേ ഞാൻ കണ്ടു. ആളവിടെ നിന്ന് വിട്ട് കളഞ്ഞ്. ഞാൻ സമ്മതിച്ചില്ല, ഓടിയാൻ അവന്റെ പുറകെ ഓടി. മുരിങ്ങാക്കോല് കൊണ്ട് വീട്ടിലേക്ക് ഓടിയ. വെണ്ടുമുള്ള കൊണ്ട് കൊടുത്തിട്ട് കറി വെച്ച് വെക്കണേന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരെ തൊപ്പി ഇറങ്ങി. ഇവിടെ എവിടെയോ വന്നിരിപ്പുണ്ടാവും. സാർ, ഈ ഫ്ലോറിൽ വരാൻ യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം ഇവിടെ വല്ല നല്ല ആൾക്കാരാണ്. മാത്രമല്ല ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഒരു ഹോളാണിത്. ഇത്രയും വലിയ സെക്യൂരിറ്റി വെക്കാനായിട്ട് ഇവിടുന്ന് റോക്കറ്റ് പുറത്തൊന്നുമില്ലല്ലോ. അപ്പൊ നീ ഇവിടെ വന്നിരിക്കണ്ട. ഇവിടെ വാടാ. ഞാൻ പരിപാടിയാണ് വന്നത്. പരിപാടിയാ? ചേച്ചിയുടെ ആരെങ്കിലും ആണോ? അത് ആരെങ്കിലും ആണോ? ഇച്ചിരി മാറിയോ കളർ മാറും. ഇത് പാടാൻ പകരൂലല്ലേ? ഏത് ഈ കളർ പകരൂലല്ലേ? ഇത് എന്ത് കളർ? സ്വർണ്ണ കളറായിരുന്നു. ഇതിട്ട് മാറിയത് അരമണിക്കൂറുണ്ട്. മോനെ എവിടെ പോയത്? സാർ, ഈ സാധനമാണെന്ന് തോന്നുന്നു എന്റെ ഫ്ലാറ്റിലും വന്നിട്ടുണ്ട്. ഈ സാധനമാണെന്ന് തോന്നുന്നു എന്റെ ഫ്ലാറ്റിലും. ഞാൻ പറഞ്ഞില്ല കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. ഇത് സാധനമല്ല, മനുഷ്യനാണ്. ഒന്ന് ചിരിച്ചാടാ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. നീ എവിടെ പോയത്? ഞാൻ ഈ അണ്ണന്റെ പരിപാടിയാണ് വന്നത്. ഇവിടെ ഫ്രണ്ടിൽ. സാർ, ഈ പറഞ്ഞ ജീവിയാണ് എന്റെ ഫ്ലാറ്റിൽ വന്ന് മോഷണം നടത്തിയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ഫ്ലാസ്കിലൊക്കെ മോഷണം നടത്തിയിരുന്ന ചായയുടെ മട്ട് കിട്ടാനാ? സാർ, ഫ്ലാസ്ക് അല്ല, കട്ടൻ കാപ്പി ഒഴിക്കുന്ന ഫ്ലാസ്ക് അല്ല. പിന്നെ ഫ്ലാറ്റ് എന്റെ. ഐ മീൻ ആരാ ഇപ്പൊ ഈ പറഞ്ഞ കേസിട്ട് ഫ്ലാറ്റ് എന്താണത്? വലിയ വലിയ ആളുകൾ താമസിക്കണ വീട്. വലിയ വലിയ ആൾക്കാർ വർത്താനം പറയും. അതിന്റെ വർത്താനം പറയണം. സ്റ്റാച്യു. എന്ത് പറ്റി സാറേ? 4ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അന്ന് തൊട്ടേ ഈ കളിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. ഈ സ്റ്റാച്ചു പറഞ്ഞ അവിടെ നിൽക്കോ സാർ? പോലീസാണെന്ന് നോക്കൂല. നീ അങ്ങനെ കാണിക്കൂ. ഇല്ല, റേസ് ഇപ്പോഴും റിലീസായത്.
അല്ലേ ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഈ പോലീസുകാരൻ്റെ തല്ലൊക്കെ കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് അന്തസ്സായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചൂടെ? ആ ഈ ഇടയ്ക്ക് എന്റെ കല്യാണം ഉറപ്പിച്ചാണ്. കല്യാണം ഉറപ്പിച്ചോ? ആ 25 പവന് 2 ലക്ഷം രൂപയും പറഞ്ഞുറപ്പിച്ചു. എന്നിട്ട് കല്യാണത്തിന് തലേദിവസം ഞാനത് കയറി മോട്ടിച്ചു. ശ്ശേ, അതെന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവര് സ്ത്രീധനമായിട്ട് തരാന്ന് പറഞ്ഞ തുകയല്ല, പിന്നെ എന്തിനാ അത് മോഷ്ടിക്കാൻ പോയത്? അങ്ങനെ തരുന്ന കാശൊന്നും ഞാൻ വന്നില്ല. എങ്ങനെ ഓടൊക്കെ പൊളിച്ചിറക്കി നേരകത്ത് കയറി വേർപ്പിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു കാശുണ്ടല്ലോ, പണി എടുത്തുണ്ടാക്കുന്ന കാശിനാണ് വില. അതിനാണ് വില. ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് പണി ഉണ്ടാവുള്ളൂ. അതെ നിങ്ങൾക്ക് പണി വേണ്ടേ? അല്ല, വേറെ കല്യാണം ഒന്നും കഴിക്കാൻ ശ്രമിച്ചില്ല? പിന്നെ രണ്ടാമത് അവർ കല്യാണം കഴിക്കാൻ വീണ്ടും കഴിച്ചു? വീണ്ടും കഴിച്ചു. ആദ്യ രാത്രിയില് പറ, സത്യം പറഞ്ഞ എനിക്ക് ഈ കള്ളന്മാരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ ഞാനും കൂട്ടാം. അതെ, ആദ്യ രാത്രി അവൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലാഗടിക്കലേ പറ. അവിടെ ലാഗ് വേണ്ട. അപ്പൊ വേറൊരുത്തന് ഇഷ്ടം ആർക്ക്? ആ പെണ്ണിന്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? രാവിലെ ഞാൻ പറഞ്ഞു പോയിക്കോളാം, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ അത് വളരെ നിങ്ങൾ കാണിച്ച വളരെ മോശമാണ്. ഒരു പെണ്ണ് വേറൊരുത്തനോട് ഇഷ്ടമാണ് എന്നുള്ളത് ആദ്യ രാത്രി തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ അവളുടെ ആ പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു വിടണ്ടേ? എന്തിനാ രാവിലെ തന്നെ പറഞ്ഞയക്കാൻ നിന്ന് സ്പോട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു? പന്തല് കാശാലും മുതലാക്കണം. ഹോട്ടലിൽ പോകും. ശരി ശരി, ഓക്കെ. അതെ സാർ, നിങ്ങൾ ഓട്ടോ വിളിച്ച് പോയില്ലായിരുന്നോ? പോയില്ല. പിന്നെ ഓട്ടോക്കാരന് 3 പ്രാവശ്യം കാശ് കൊടുക്കാണ്ട് കറക്റ്റ് സ്വഭാവം എല്ലാവർക്കും അറിയാം സാറിന്റെ. ഇതിപ്പോ 5-നുള്ള വണ്ടി. അതൊരു സിനിമയുടെ പേരില്ലേ? അയ്യോ, അവനൊരു പൊടിക്കോളം ഉള്ളപ്പോ തന്നെ സിനിമയുടെ പേര് ഏത് പടം അറിയോ? ആയല്ലേ വന്നത്. കുഴപ്പമില്ല, ഉള്ള വരെ പൊളിച്ചു കളഞ്ഞോ. 2 ലക്ഷം രൂപ ഞാൻ തന്നോളാം. മെമ്പറാണ് പറയണത്, ഉറപ്പിച്ചോ? ഓക്കെ. എങ്ങോട്ടാണ് രണ്ടുപേരും കൂടി? അമ്മാവന്റെ മോനെ എൻട്രൻസ് എഴുതാൻ കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയല്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി? ഇല്ല, കോടതിയിലേക്ക്. പിന്നെ പഴനി പോണം, തല മുട്ടടിക്കണം, കുറെ കാര്യങ്ങളുണ്ട്. വിടാനുള്ളൊരു സെറ്റപ്പ് ചെയ്യണം. എന്താ ചെയ്തെന്ന് പറ. ചെറിയൊരു മോഷണം. മോഷണോ? നാണയില്ലടാ നിനക്ക്? നല്ല തണ്ട് തടിയൊക്കെ ഇല്ലേ? അധ്വാനിച്ച് ജീവിക്കടാ. മോഷണം കീഷണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന നിൽക്കുമല്ല, സൗകര്യം പറഞ്ഞ ഞാൻ മാറി. അതല്ല, ഞാൻ ഈ മോഷണത്തെ കുറിച്ചൊന്ന് പറഞ്ഞാണ്. അതെ, നിങ്ങളൊക്കെ ഗദറിട്ട് മോട്ടിക്കുന്നു, ഞാൻ ഗദറിടാതെ മോട്ടിക്കുന്നു. അതേ ഉള്ളൂ തന്നെ. ഫിലോസഫി എല്ലാം പഠിച്ചു വെച്ചേക്കണല്ലേ? അതെ, ഒന്ന് വെറുതെ വിടാനുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. രക്ഷയില്ല, നിന്നെയൊക്കെ വെറുതെ വിട്ട് ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്റെ മുഖഛായ, എന്റെ പ്രതിച്ഛായൊക്കെ പ്രശ്നമുണ്ട്. നിങ്ങളൊരു ഒറ്റ വോട്ടിനാണോ നിങ്ങൾ ജയിച്ചത്? അത് ഒറ്റ വോട്ടിനാണ് ജയിച്ചത്. ആണ്. ആ ഒരു വോട്ട് ആരുടെയെന്നറിയോ? ആ ഒരു വോട്ട് ആരോ ഒരാൾ ചെയ്തു. ഇത്രയും നാളും വോട്ട് ചെയ്യാത്ത ഞാൻ നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്തു. ആ വോട്ടിലാണ് നിങ്ങൾ ജയിച്ചത്, അറിയോ? നിന്റെ വോട്ടിനാണ് ഞാൻ ജയിച്ചത്. പിന്നെ ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു സ്നേഹമെങ്കിലും കാണിക്കും. അത് സാറേ, കാര്യം ഞാൻ ഒരു വോട്ടിനാണ് ജയിച്ചത്. അപ്പം ആ ഒരു വോട്ട് ചെയ്തത് ഇവനാണ്. അതുകൊണ്ട് അവനൊന്നും സഹായിക്കണല്ലോ. അപ്പൊ വിട്ടേരി. അപ്പൊ ഞാൻ ചെയ്ത വോട്ട് പറന്നുപോയാ? സാർ ആർക്ക് വോട്ട് ചെയ്ത്? ഞാൻ നിനക്കാണ് വോട്ട് ചെയ്തത്. സാറ് കണ്ണൂരായപ്പോ ഞാൻ മൊബൈലിൽ വിളിച്ച് പറഞ്ഞില്ലേ വരണ വോട്ട് ചെയ്യണ ഒരു സാറ് വന്നാ? ഞാൻ പോസ്റ്റിൽ വഴി വോട്ട് ചെയ്തായിരുന്നു. പോസ്റ്റിക്കാർ വോട്ട് ചെയ്താ പുള്ളിക്ക് കിട്ടൂ. അപ്പൊ എനിക്കെപ്പോ ജാമ്യം കിട്ടും? പറയൂ, ഇനി ഞാൻ ഇപ്പൊ ചോദിക്കാൻ. ഇവിടെ സൈറ്റ് മാറി. അതെ, മർദ്ദിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ പിടിച്ച് കോടതി കൊണ്ടുപോയല്ലേ? എന്തായാലും ഒരു അടി അടിച്ച് ആ സ്ഥിതിക്ക് അവനെ വിട്ടാൽ, അല്ലെങ്കിൽ ഞാൻ മേളിൽ നിന്ന് ചിലപ്പോൾ വിളിപ്പിക്കും. വിടാൻ പറ്റില്ല, നീ വിളിപ്പിച്ചോ. മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ വിടേണ്ടി വരും. നീ വിളിപ്പിച്ചോടാ, വിടില്ല ഞാൻ. എസ്ഐനെ കൊണ്ട് വിളിപ്പിക്കട്ടെ? 3 പ്രാവശ്യം എസ്ഐയുടെ അമ്മ വിളിച്ചായിരുന്നു. IG ആയാലാ? ഒരു കുഴപ്പമില്ല. തല MLA കൊണ്ട് വിളിപ്പിച്ചാലോ? വീട്ടില്ല ഞാൻ. ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ച തൊപ്പി ഇറങ്ങി. ഞാൻ വിടില്ലെന്ന് പറഞ്ഞ